ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗായ്സ്, ഞാനിങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ആലോചിച്ചത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി എന്നുള്ള കാര്യം. വേറൊന്നല്ല, മാർബിൾ കേക്ക് ഫസ്റ്റ് ട്രൈ ആണ് ഗായ്സ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ മൈദ ഫ്ലോർ, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക ചെയ്തത്. ഒരു കപ്പ് വെച്ചിട്ട് മൈദാപ്പൊടി എടുത്തിട്ട് ബാക്കി ബേക്കിംഗ് സോഡ ഒരു പിഞ്ച്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് ഞാനൊരു മിക്സിയിൽ 3 മുട്ട, അതുപോലെ തന്നെ ഷുഗർ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ശേഷമുള്ള ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പൊടി ഈ ഒരു ബാറ്ററിലേക്ക് കുറച്ചിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് ഒറ്റയടിക്കിടരുത്. നമ്മൾ ആ ബബിള് വരാത്ത രീതി, അതായത് കട്ട പിടിക്കാത്ത രീതിയിൽ അത് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം ഞാൻ കാണിച്ച രീതിയിൽ ബാറ്ററായിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ വാനില എസൻസ് കുറച്ച് ആവശ്യത്തിന് നമ്മൾ ആ ഒരു മുട്ടയുടെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ആഡ് ചെയ്തിട്ട് എന്നിട്ട് കുറച്ചും കൂടി മിക്സ് ചെയ്യാം നന്നായിട്ട്. എന്നിട്ട് ഒരു ഈക്വലായിട്ടുള്ള 2 ബൗൾസ് എടുക്കുക. എന്നിട്ട് രണ്ടിലും ഈക്വലായിട്ടത് ഷെയർ ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പഞ്ചസാരയും, അതുപോലെ തന്നെ ഞാനിവിടെ ബോബൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ പഞ്ചസാര ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇപ്പുറത്തെ ബൗളിലേക്ക് കൊക്കോ പൗഡർ ചേർക്കുക. ആവശ്യത്തിന് കൊക്കോ പൗഡർ ചേർത്തിട്ട് ഈ പഞ്ചസാര പൊടിച്ചത് ഇട്ടിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കുറച്ച് പാലും കൂടി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക. സോറി, ഞാൻ പാല് ഒഴിക്കുന്ന കാര്യം വിട്ടുപോയി. പാല് ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഈ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. അപ്പം അത് ഞാൻ പറയാൻ വിട്ടതാണ്. കാരണം നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാകാനും സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് ഞാൻ പാലിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷവും കുറച്ച് പാലൊഴിച്ചിട്ട് അത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ 2 ബാറ്റർ റെഡി ആയല്ലോ. അതിനുശേഷമാണ് നമ്മളിങ്ങനെ കുറച്ച് വൈറ്റ് ബാറ്റർ, പിന്നെ ബ്രൗൺ ബാറ്റർ, അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നടുക്കുന്ന ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫ്ലവർ ഷേപ്പിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് വന്നില്ല. ചിലവർക്കൊക്കെ വരും, എനിക്കത് പെർഫെക്റ്റായിട്ട് വന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.